Guys, I am coming. ആനനെ കുളിപ്പിക്കാനുണ്ട്, വരുന്നുണ്ടോ കൂടെ? ഇത്രയും കാലം ആനയുടെ കൂടെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആന കണ്ട നിങ്ങളുടെ ഇളക്കം മാറിയിട്ടില്ല അല്ലേ? അപ്പൊ മച്ചാന്മാരെ, നമ്മളിപ്പോ ഉള്ളത് തായ്ലൻഡ് ആണ്. ഹാരിസ് മച്ചാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ നമ്മുടെ എഗ്രിമെന്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. എന്തിനാണ്? ആന ചവിട്ടിക്കൊന്നാലും പരാതിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മച്ചാന്മാരെ, ആനേനെ നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പ് ആനയ്ക്കുള്ള തീറ്റ വെക്കണം, അല്ലെങ്കിൽ വന്ന വഴി നമ്മളെ ചപ്പാന്ന് ചവിട്ടി നീരാക്കുന്ന പറയുന്നേ. കണ്ടിട്ട് ആനക്ക് കൊടുക്കാൻ തോന്നണില്ല, നമുക്ക് തോന്നുന്നല്ലേ. ആനയും കുരങ്ങും പട്ടിണി കിടന്ന് ഇവിടെ ചോദിക്കാൻ ആളുണ്ട്. മനുഷ്യൻ ഇവിടെ എങ്ങനെ കഴിയുന്നു ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ഐശ്വര്യമുള്ള ആനയാണ് ഈ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. ഞാൻ പിന്നെ എന്തിനു നിക്കണടാ? ജിയോര ആനക്കൂട്ട ആക്രമിക്കുന്നു. എനിക്കതല്ല, തലക്കോളം കയറി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഓടിവായോ ജിയോ മച്ചാൻ ആനക്കൂട്ട ആക്രമിച്ചത്. നാളെ ന്യൂസിൽ കൊടുക്കാം. ചേടാ, നമ്മുടെ ഇട്ടാവട്ടത്തിടന്ന് കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ അതെ. കൈമാറുന്ന ഫോട്ടോ ഇന്റലിജൻസ് പുറത്തുവിട്ടു. ഈ ഫോട്ടോയിൽ ഇതും ജിയോ ടോപ്പിനല്ലേ? വട്ടം പിടിച്ചേക്കടാ. അത് അല്ല, അത് തണ്ണിമത്തനല്ല വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഒരു നേരത്തെ ഭക്ഷണം എന്ന പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ഇതാ തരുന്നു ഹാരിസ് അമീർ അലി. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ഞങ്ങളുടെ ചെക്കന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലടാ. അവിടെ ഒന്നും പിടിക്കല്ലേ. ഇതാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം. ആ വികാരമുള്ള മുഖം ഒന്ന് കാണട്ടെ ഞാൻ. ആന ഉമ്മ വയ്ക്കുന്നു. ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായി. ഒരിക്കലും നന്നാവത്തില്ല. ഇന്ത്യൻ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്റെ തള്ളിപ്പൊളി നീ പരിപാടി നിർത്തിയില്ലേ? തീർന്നാ നീ എയറട വലിക്കണേ. അല്ല, 300 പാത്തിന്റെ പാൽ കുപ്പി അടിച്ചിട്ട് 1/2 ലിറ്റർ ഇവൻ കുടിച്ചിട്ടാ, എന്നിട്ട് പകുതി ഉണ്ടായിരുന്നു. അത് പാൽ കുടിച്ചിട്ട് ലാമ്പക്കം പെട്ടതാണ്. കുടിച്ചത് ഇവിടെയാണ്, ലാമ്പക്കം പോയത് അവിടെ ആയിരുന്നു. ഇവനെ കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ നമുക്ക് മാളെ കൊണ്ടായാലോ? ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ആളെ വിട്ടിരിക്കുക. ആനയെ കുളിപ്പിച്ച് ഞങ്ങൾ ഉടനെ എത്തുമെന്നും പറഞ്ഞിട്ട്. നിന്റെ സ്വഭാവം അവളല്ലേലും പണ്ടേ ഒരു ഇളക്കക്കാരിയാ. അവൾ എന്റെ അടുത്ത് എത്ര തവണ കൊഞ്ചാൻ വന്നിരിക്കുന്നു. അവനൊരു സാധുവാണെന്നേ. നമുക്ക് കുളിപ്പിക്കാം. നടയാന്, ഇടത്താന്, ഇവിടെ തെളിയാന് പനിനീര്, ഇടത്താന് പനിനീര് തളിയാന്. പനിനീരും തെളിച്ച് പിണ്ടോ വെച്ചു. അപ്പൊ ആനയ്ക്ക് സ്പാക്കുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അപ്പൊ അതിനോട് ഇൻഗ്രീഡിയൻസ് ആണ് വെങ്കായം, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് തൈര്, ഇത് ചിറ്റിക്കുന്നു. പിടിച്ചോ. ഒപ്പം പ്രവീണ്. അത് രാത്രി. അപ്പൊ നമ്മുടെ സ്പാ തുടങ്ങാണ്. അപ്പൊ എന്റെ അറിയി പോയി ചവയെ കൊണ്ട് കൊരുക്കി വെക്കാം. ആനയുടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത് ബെൽ ബട്ടനോട് വരച്ചു വെക്കൂടാ. ബെല്ല് അടിയിലുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? തന്നെ കറക്റ്റ്. അവിടെ നമ്മുടെ കയ്യെത്തൂല, അതിന്റെ പേരിലാണ്. അങ്ങനെ പറയുന്ന ആളുകൾ ആന ഉച്ചക്ക് പരിപ്പേറിയും ചോറ കഴിച്ചേക്കട്ടെ. റിസ്ക് എടുക്കണ്ട. അവൻ തുണിയും കോടാനും ഇല്ലാതെ വെള്ളത്തിൽ ചാടി. അയ്യേ, നാണം കെട്ടവന്മാര് ഒരു തുണി പോലും ഇല്ലാതെ വെള്ളത്തിൽ ചാടിയിരിക്കുന്നു. ഇവന്മാർക്ക് പ്രായത്തെ കുറിച്ചെങ്കിലും ഒരു ബോധം വേണ്ടേ? വൃത്തികെട്ടവന്മാര്. അവരിങ്ങോട്ടാന്ന് തോന്നുന്നു. അതിനെന്താ? എന്റെ അമ്മോ, അയ്യോ, അണ്ടർ വാട്ടറിൽ അണ്ടർവെയർ ഇല്ലാത്ത കാര്യം അറിയൂ. നമുക്ക് മുങ്ങിക്കിടന്നാലോ? ചത്തുപോയില്ലടാ. ചത്തുപോയാൽ എന്താണ്, മാനം പോവില്ലല്ലോ. നമുക്ക് തുണിയും മണിയില്ലാത്ത അവരറിയും. ആ സായിപ്പിനോട് ചാടലെന്ന് പറയണം. Big shark! Move back. Let's go. പിന്നെ ആസ്ഥാന കുളിപ്പിക്കൽക്കാരുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് തായ്ലൻഡില് ആന കുളിപ്പിക്കൽ. അല്ല, കൊമ്പനാനും വിവരം അറിയണ്ടെങ്കിലേ ഓടിച്ചിട്ട് കുത്തിക്കൊല്ലും.
ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി. സബ്സ്ക്രൈബ് ചെയ്തിട്ടാ.